ദൈവവുമായുള്ള ബന്ധം ഏതു തരത്തിൽ ദൃഢമാണ് എന്ന് പരിശോധിക്കണം. വ്യക്തിപരമായ ഒരു ദൈവാനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് വിശ്വാസത്തിന്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കാൻ. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഏതു നിലയിലാണ് ദൈവത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, ജീവിതത്തിലും വെളിപ്പെടും. ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഇവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ദൈവവുമായുള്ള നമ്മുടെ ആഴമേറിയ ബന്ധത്തെക്കുറിച്ച് പരിശോധിക്കുകയാണ് ആത്മീയ പാഠങ്ങളിൽ നിന്ന്. എന്താണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം? ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? സംബോധനകൾ എപ്പോഴും പരമപ്രധാനമാണ്. സംബോധനയിലാണ് ബന്ധത്തിന്റെ ദൃഢത, ആഴമൊക്കെ നമുക്ക് മനസ്സിലാകുക. വ്യക്തിബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ സംബോധന ചെയ്യുന്നതും മറ്റുള്ളവർ നമ്മെ സംബോധന ചെയ്യുന്നതും എത്രത്തോളം ആഴമേറിയ അനുഭവമാണ് നമുക്ക് നൽകുന്നത് എന്ന് ജീവിതത്തിനകത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഉത്തരേന്ത്യയിലായിരിക്കുമ്പോഴാണ് തും എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തിയും അതിന്റെ പ്രയോഗത്തിലുള്ള വൈശിഷ്ട്യമൊക്കെ മനസ്സിലാകുന്നത്. തും എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദമാണ്. നമ്മൾ സാധാരണ ഹിന്ദിയിൽ പഠിച്ചിട്ടുള്ളത് തും എന്നാണ് അവരെ വിളിക്കുക എന്നാണ്, നിങ്ങൾ. പക്ഷെ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ പലയിടത്ത് വെച്ചായിട്ട് പല അനുഭവങ്ങളിൽ സംബോധനകളുടെ വ്യത്യസ്തത മനസ്സിലായിട്ടുണ്ട്. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. എൻ്റെ കയ്യിൽ മേഘനഗർ വരെയുള്ള ടിക്കറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് വഡോദരയിൽ ഇറങ്ങി. വഡോദര എന്ന് വെച്ചാൽ ബറോഡ. അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിന് മാത്രമേ മേഘനഗറിലേക്ക് പോകാൻ പറ്റൂ. ഞാൻ റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. ടിക്കറ്റ് റിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ കയറുന്നത് ഒരു ലോക്കൽ ട്രെയിനിലാണ്. വഡോദരയിൽ നിന്ന് മേഘനഗറിലേക്കുള്ള ഒരു ലോക്കൽ ട്രെയിൻ. ആ ട്രെയിനിനകത്ത് നിറയെ ആളുകളാണ്. ഞാനതിൽ കയറി ചെന്നപ്പോൾ ആളുകൾ എന്നോട് മഹാരാജ് ആ ബൈറ്റിയെ എന്ന് പറയുന്നുണ്ട്. കീറിപ്പറഞ്ഞ വേഷമാണ് എൻ്റേത്. ഒട്ടുമേ കണ്ടാൽ മാന്യനെന്ന് കരുതാവുന്ന ഒന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെയുള്ള എന്നെ മഹാരാജ് എന്ന് വിളിച്ചപ്പോൾ എനിക്കെന്നെ ആക്ഷേപിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. മഹാരാജ് ആ ബൈറ്റിയെ. ഞാൻ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. എങ്കിലും മേഘനഗറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫാദർ രാജീവ് മാത്യുവിനോട് ഇക്കാര്യം പറഞ്ഞു. കളിയാക്കിയവർ മഹാരാജ് എന്ന് വിളിച്ചു. അച്ഛൻ വലിയ ചിരി ചിരിച്ചു. അച്ഛന് ഹിന്ദി നന്നായിട്ട് അറിയാം. വർഷങ്ങളായി അവിടെയുള്ള ആളാണ്. അവിടുത്തെ പ്രാദേശികമായ ഭീലടക്കമുള്ള ഭാഷകളുമായി ചേർന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഫാദർ രാജീവ് മാത്യു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് മാർട്ടിൻ കളിയാക്കിയതല്ല, അത് ബഹുമാനപൂർവ്വം പറഞ്ഞതാണ്. തീർത്തും അപരിചിതനായ ഒരാളെ കാണുമ്പോൾ അവർ സംബോധന ചെയ്യുന്നത് മഹാരാജ് ആപ്പ് എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ആപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ്, പക്ഷെ താങ്കൾ എന്ന് വളരെ മാന്യമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പിന്നീട് പലപ്പോഴും ദൈവത്തെയും മാതാവിനെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ തു എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നതും കാണാനിടയായി. അപ്പോഴാണ് അവർ പറയുന്നത്, തു എന്ന് പറയുന്നത് ഹൃദയപരമായ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം ഉണ്ടാകുമ്പോൾ പറയുന്നതാണ് തു, നീ. അപ്പോൾ മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സംബോധന ചെയ്യുന്നതാണ്, ആ ഹൃദയപരമായ അടുപ്പം കാണിക്കുന്ന പദമാണ് തു എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ നീ എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമാനക്കുറവുള്ള പദമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്കറിയാം, വ്യക്തിബന്ധങ്ങൾക്കകത്ത് ദൃഢത ഉണ്ടാവുമ്പോഴാണ് പരസ്പരം സംബോധനകളിലുള്ള കെട്ടുകാഴ്ചകളൊക്കെ മാറ്റിയിട്ട് ഹൃദയപരമായ ആഴമേറിയ ബന്ധം ഉണ്ടാകുന്നത്. ദൈവത്തെ സംബോധന ചെയ്യുമ്പോഴും നാം ദൈവവുമായുള്ള ബന്ധത്തിൽ ഏത് നിലയിലാണെന്ന് മനസ്സിലാവും. വാസ്തവത്തിൽ നമുക്ക് വെളിപ്പെട്ട ദൈവത്തെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവകേന്ദ്രമായ ദൈവത്തെ നാം എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്, ആ ദൈവം നമ്മെ എങ്ങനെ വിളിക്കുന്നതായിട്ടാണ് നാം അനുഭവിക്കുന്നത് എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസ വഴിയിൽ വളരുമ്പോൾ നാം നിലനിന്ന് പോകേണ്ടത് എങ്ങനെയാണ്, എന്താണ് നീയെന്നും അങ്ങെന്നും ഒക്കെ വിളിക്കുന്നതിനകത്തുള്ള വ്യത്യസ്തതകളെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നതായിട്ടാണ്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, അത്യുന്നതനായ ദൈവം, മഹോന്നതനായ ദൈവം എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായി ദൈവത്തെ സംബോധന ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ സംബോധന ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ക്രിസ്തുവിലാകുമ്പോൾ നാം എത്തിച്ചേരും. ദൈവത്തെ നാം എങ്ങനെയാണ് വിളിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ആത്മകഥാംശമായ ഒരു കഥയിൽ ഉമ്മയെ മാതാവേ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ബഷീർ മാതാവേ എന്ന് ഉമ്മയെ വിളിക്കുമ്പോൾ അമ്മ തിരികെ ചോദിക്കുന്നത്,
ഇതെവിടെ നിന്ന് കിട്ടി നിനക്ക്? മനുഷ്യപ്പറ്റില്ലാത്ത ഈ ഭാഷ. ഉമ്മയെന്ന് വിളിക്കുമ്പോഴുള്ള മനുഷ്യപ്പറ്റ് മാതാവിൽ മാറിപ്പോവാൻ. ഹൃദയപരമായ ബന്ധം എത്രത്തോളം ആഴമുള്ളതായിരിക്കണം എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പിതാവേ എന്ന് വിളിക്കുന്നത് ആബ എന്നാണ്. ആബ എന്ന് വെച്ചാൽ അച്ഛൻ, അപ്പൻ എന്നർത്ഥത്തിലാണ്. നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പിതാവേ എന്ന് ഏറ്റവും ബഹുമാനപ്പെട്ട പദം ഇരിക്കട്ടെ എന്ന് കരുതി പിതാവേ എന്നാക്കി മാറ്റി. റോമൻ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ ശ്ലീഹ നമുക്ക് ലഭിച്ചൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സാമാന്യഗതിയിൽ ഒരു ബഹുമാന്യ പദവുമായിട്ടും ഒക്കെയാണ് നമ്മൾ പിതാവേ എന്ന സംബോധന ഉപയോഗിക്കുന്നത്. അതിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവം ഇപ്പോഴും അകലെയാണെന്നാണ്. ദൈവത്തെ സ്വന്തം അപ്പനായി കരുതാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ നമ്മുടെ അപ്പനെ പിതാവേ എന്നല്ല വിളിക്കുക, അപ്പ. യേശു പിതാവിനെ വിളിക്കുന്ന ആഭ എന്നാണ്. ആഭ എന്ന വാക്ക് അരമായിൽ ഉപയോഗിക്കുന്നു. നാം നമ്മുടെ ഭാഷയിൽ നമ്മുടെ പിതാവിനെ എപ്രകാരമാണോ സംബോധന ചെയ്യുന്നത് അപ്രകാരം തന്നെ സംബോധന ചെയ്യാൻ ഇടയാകും വിധം ഒരു വ്യക്തിബന്ധം ദൈവവുമായി തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ദൈവത്തെ സാധാരണ പ്രാർത്ഥനയിൽ പുരോഗമിച്ച് കാണുന്നവരൊക്കെ എൻ്റെ സ്വർഗീയ അപ്പച്ച, യേശു അപ്പച്ച എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമല്ല. നമ്മുടെ അപ്പനെ നമ്മൾ വിളിക്കുന്ന അപ്പ എന്നാണ്. ആ വിളിയുടെ ദൃഢത മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പലവിധ കാരണങ്ങളാൽ എൻ്റെ പിതാവുമായിട്ട് വലിയ അകലം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ശത്രുഭാവത്തിലൊക്കെ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ദൈവസന്നിധിയിലാണ്. ഇങ്ങനെ ഒരു അകലം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പൻ എന്നെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നു, ഞാൻ അപ്പനെയും ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ അപ്പനെ വിളിച്ചിരുന്നത് അപ്പേന്നാണ്, ഞങ്ങളൊക്കെ മക്കൾ വിളിച്ചിരുന്നത് അപ്പേന്നാണ്. പക്ഷേ അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ക്രമേണ അപ്പൻ ശത്രുപക്ഷത്തായി. നിരന്തരം ദ്രോഹിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടൊരു നല്ല ബന്ധം നിലനിന്നു പോകാൻ ഇടയായില്ല. പ്രായമേറി വരുന്തോറും അപ്പനെ അപ്പയെന്ന് വിളിക്കുന്ന ആ മനോഭാവത്തിൽ നിങ്ങളാകുന്നു പോയി. വർഷങ്ങൾക്ക് ശേഷം കടുത്ത ശത്രുതയൊക്കെ ഉണ്ടായി, വീണ്ടും കൂടിച്ചേരലുകളുണ്ടായി. വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ അപ്പൻ്റെ അടുത്തുണ്ട്. ആ സമയത്ത് ഞാൻ അപ്പനൊന്നും സംബോധന ചെയ്യുന്നില്ല, അപ്പനെ വിളിക്കുന്നില്ല. സംസാരിക്കും, പക്ഷേ സംബോധനകളൊന്നുമില്ല. സംബോധനകൾ മായ്ച്ചു. വീണ്ടും എനിക്ക് തുറവിയുണ്ടായി. അപ്പനെ മുൻകാല കാര്യങ്ങളിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിലൊക്കെ അപ്പനെ ന്യായീകരിക്കാൻ തുടങ്ങാം. മനസാന്തരം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. അവരൻ തെറ്റുകാരനാണെന്നതിൽ നിന്ന് അവരെൻ്റെ തെറ്റുകളെ മായ്ച്ച് ഞാനാണ് കുഴപ്പക്കാരൻ എന്നതിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഒരിക്കൽ അപ്പനോടൊന്ന് ക്ഷമ പറയണം എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അപ്പനോട് എനിക്കുണ്ടായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഞാൻ തുറന്നു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ നിലവിളിച്ചിട്ടുണ്ട് ഒരു കാര്യം ഓർത്ത്. എനിക്ക് എൻ്റെ അപ്പനെ അപ്പേ എന്ന് വിളിക്കാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്രയൊക്കെ ക്ഷമിച്ചിട്ടും എനിക്ക് മുഖത്ത് നോക്കി അപ്പേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ആ പഴയ നിഷ്കളങ്കനായ കുട്ടിയായി മാറാൻ എനിക്ക് കഴിയുന്നില്ല. കാലവും അനുഭവങ്ങളും ഉണ്ടാക്കിയ ഈ അകലം ഹൃദയപരമായ ബന്ധത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷമാണ്. അപ്പേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ അവിടുന്ന് സർവശക്തനാണ്, അത്യുദാരനാണ്, സകലത്തിനെയും സൃഷ്ടാവാണ്, പൂജനീയ പദമാണ് ദൈവത്തിൻ്റെത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ദൈവം എൻ്റെ പിതാവാണ് എന്നൊരു വെളിച്ചം എനിക്ക് അനുഭവപ്പെടുന്നില്ല. എനിക്ക് എൻ്റെ അപ്പനായി ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അപ്പനായി ദൈവത്തെ കാണാൻ കഴിയാതെ പോകുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് സംഭവിക്കുന്നത് നാം വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേവലം ഭൗതികമായ ബുദ്ധിപരമായ പ്രവൃത്തികൾ മാത്രമായിട്ട് മാറുന്നു. അത് അനുഭവപരമായ പ്രവൃത്തിയായിട്ട് മാറുന്നില്ല. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടത് ഈ ആബാ പദമാണ്. അപ്പ എന്ന വിളി നമ്മുടെ അകത്തുണ്ടാകാൻ ഇടയാകും വിധം ഹൃദയപരമായൊരു ബന്ധം പിതാവുമായി നമുക്കുണ്ടാകണം. വിശുദ്ധ കൊത്രേസ്യ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആദ്യത്തെ ആ ഒരു വരി മാത്രം 4 മണിക്കൂറൊക്കെ ധ്യാനിച്ചിരുന്നു എന്ന് പറയും. ആ പദത്തിനകത്ത് സർവ ദൈവ മനുഷ്യ ബന്ധങ്ങളുടെയും വിശാലമായ അർത്ഥതലങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒക്കെ ഉപരിയായി നിൽക്കുന്ന ഒരു സ്നേഹഭാവത്തെ തിരിച്ചറിയാനും പ്രത്യുത്തിരിക്കാനും ഇടയാക്കുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നാം വളരെ നിസ്സാരമായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കും, അർത്ഥമറിഞ്ഞിട്ടല്ല. ഈ വൈകാരികമായ ഈ ബന്ധത്തെ അതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം ഇപ്പോഴും അകലെയാണ്. ആകാശങ്ങളിൽ ഇരിക്കുന്ന ദൈവമേ, തമ്പുരാനെ എന്നൊക്കെ നമ്മൾ വിളിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം തമ്പുരാനല്ല. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഒരാളായി ദൈവത്തെ നമ്മളിങ്ങനെ അകറ്റി നിർത്തുക നമ്മുടെ വിശ്വാസത്തിലുള്ള പരിമിതിയുടെ ഒരു അടയാളമാണ്. യേശു ലോകത്ത് വരുമ്പോൾ പിതൃത്വം ചോദ്യം ചെയ്യപ്പെട്ടു വന്ന ഒരാൾ, തന്റെ പിതാവ് ദൈവമാണ് എന്ന പരമമായ അറിവിൽ യേശു ലൂക്കാ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ താൻ ദൈവത്തെ കണ്ടെത്തിയതിനെ കുറിച്ച് മറിയത്തോട് പറയുന്നുണ്ട്. മറിയത്തിനത് മനസ്സിലായില്ല. യേശു പറയുന്നതിന്റെ അർത്ഥം, ഞാൻ എൻ്റെ അപ്പന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അപ്പന്റെ ഹിതം നിറവേറ്റാനാണല്ലോ. ഞാൻ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ വന്നവനാണ് എന്ന് യേശു പറയുമ്പോൾ യേശു ഒരിക്കലും പിതാവേ എന്ന പദമല്ല, ആ അകലം വെച്ചിട്ടല്ല പറയുന്നത്. എൻ്റെ അപ്പന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവനല്ലേ ഞാൻ. ദൈവത്തെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അങ്ങനെ അടയാളപ്പെടുത്തുന്ന യേശുവിന്റെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ദൈവ മനുഷ്യ ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അപ്പ എന്നൊരാളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണ് തന്റെ പിതാവിനെ കാണുന്നത്, അതേപോലെ അടുത്ത ഇഴകളുള്ള ഒരു ബന്ധമായി ദൈവവുമായി നമുക്ക് ചേരാൻ കഴിയുമ്പോൾ മാത്രമേ യേശു നമ്മുടെ സഹോദരനായിട്ട് മാറും. ദൈവത്തിന്റെ ഏകജാതൻ നമ്മുടെ ആദ്യജാതനായി എന്നതിന്റെ അർത്ഥം നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായെന്നാണ്. യേശുവുമായി ആഴമേറിയ ബന്ധമുണ്ടാകുമ്പോൾ യേശു പിതാവിനെ വിളിക്കുന്നത് പോലെ തന്നെ നമുക്കും വിളിക്കാൻ കഴിയേണ്ടതാണ് അപ്പ എന്ന്. യേശു ദൈവത്തെ ആബ എന്ന് വിളിക്കുമ്പോൾ അത് അപ്പ എന്നാണ് അർത്ഥം. അപ്പ എന്ന് പറയുന്നത് കേവലമായ വാക്കുകളുടെ അർത്ഥതലങ്ങളെക്കാൾ ആത്മപരമായൊരു ബന്ധത്തിന്റെ അർത്ഥം കൂടി അതിനകത്തുണ്ട്. മക്കൾ മീൻ ചോദിച്ചാൽ നിങ്ങൾ തേളിനെ കൊടുക്കും. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? അപ്പൊ പിന്നെ പിതാവായി ദൈവം അത് ചെയ്യാതിരിക്കുമെന്ന് ചോദിക്കുക. നമ്മൾ പറഞ്ഞ് ഈ ദൈവത്തെ അകലങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിൽ വാഴുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് പറയണേ. അങ്ങനെ സ്വർഗത്തിലേക്ക് ഒരു അകലമില്ല എന്ന് പഠിപ്പിക്കണമെങ്കിൽ ആ പിതാവായ ദൈവത്തെ സ്വന്തം അപ്പനായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. യേശു തന്റെ ജീവിതത്തിനകത്ത് തന്റെ അപ്പന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നതാണെന്ന ബോധ്യത്തിൽ, അപ്പൻ ദൈവമാണെന്ന തിരിച്ചറിവിൽ തന്നെ തന്നെ സർവമായിട്ട് ഉപേക്ഷിക്കാനുള്ള ബലം പ്രാപിക്കുന്നുണ്ട്. യേശു തന്റെ ആത്മാവിനെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പാ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ, നിന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവനാണ് ഞാൻ. യേശുവിന് ആ ബോധ്യമുണ്ട്. നമുക്കുണ്ടാകുന്ന ഒരു പരിമിതി എന്താന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റി സർവശക്തനും അപരിമേയനുമായ ഒരാളായിട്ട് മാറ്റിവെക്കുന്നു. ഈ അപരിമേയത്വത്തിനകത്ത് ഞാനും ദൈവവുമായുള്ള അപരിമേയമായൊരു ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു. ജീവിതത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുക എന്ന് വെച്ചാൽ, ഒരു വെളിപാട് ഉണ്ടാകുക എന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു ദർശനം ഉണ്ടാകുക എന്നല്ല. ദൈവം എൻ്റെ അപ്പനാണ് എന്ന ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരലാണ്. ദൈവം എൻ്റെ അപ്പനാണെങ്കിലാണ് യേശു എൻ്റെ സഹോദരനാകുക. അപ്പോഴാണ് മറിയം എൻ്റെ അമ്മയാകുക. അപ്പോൾ മാത്രമാണ് മറ്റുള്ളവർ എൻ്റെ സഹോദരങ്ങളായിട്ട് മാറുക. എത്രത്തോളം സാഹോദര്യത്തിൽ നമുക്ക് വളരാൻ പറ്റുന്നുണ്ട്, എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ പറ്റുന്നുണ്ട്. രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും ജാതികളുടെയും വിവേചനങ്ങളുടെ എല്ലാ മതിലുകളെയും തകർക്കുന്ന ഒരു ബന്ധമായി സർവ്വ മനുഷ്യരും ഒന്ന് എന്ന ഭാവത്തിൽ സാഹോദര്യത്തിൽ പുലരാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ അപ്പനാണെന്ന് തിരിച്ചറിയണം. വ്യക്തിപരമായ അത്തരമൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവോന്മുഖമായ ഒരു ജീവിതം നയിക്കാൻ, ദൈവോന്മുഖമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് കഴിയും. നമ്മൾ പിന്നീട് എത്ര ശ്രമിച്ചാലും കഴിയാത്ത രീതിയിലുള്ള അകലം ദൈവവുമായിട്ട് നമുക്കുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, ദൈവത്തെ അപ്പ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ നമുക്കത് പറ്റുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, കാലങ്ങൾക്ക് ശേഷം മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുഭവിച്ച് പിതാവിനോട് ക്ഷമിച്ചതിന് ശേഷവും ഞാൻ വളരെയധികം ദാഹിച്ചിട്ടുണ്ട്. മുഖത്ത് നോക്കി അപ്പേ എന്നൊന്ന് പഴയതുപോലെ വിളിക്കണമെന്ന് സാധിക്കുന്നില്ല. വളരെ ശ്രമകരമായി 1-2 തവണ ഞാൻ അപ്പേ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ പഴയ മാധുര്യം വരുന്നില്ല, ആ ബന്ധം വരുന്നില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിവിൽ നിന്ന് വീണുപോയതിനെയാണ് വീഴ്ച എന്ന് പറയുന്നത്.
നമ്മൾ നിബന്ധിച്ചു എന്ന് പറയുന്നത് മാനുഷികതയിൽ ഈ ഭൂമിയിൽ പതിക്കുന്നു എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ വൈകാരികതയിൽ വന്ന തകർച്ചയാണ്. അപ്പ എന്ന് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരകലം വന്നുപോയി. ഓരോ പാപവും ജീവിതത്തിലെ വഴിതെറ്റലുകളുമെല്ലാം ദൈവവുമായുള്ള അകലം വർദ്ധിപ്പിക്കുക. ദൈവത്തെ സർവശക്തനായ അതിഭീതിതനായ ഒരാളായി മാറ്റി നിർത്തി ചിന്തിക്കാൻ പഴയ നിയമകാലത്ത് മനുഷ്യർക്ക് കഴിയും. അന്ന് അങ്ങനെയേ കഴിയൂ. കാരണം ദൈവം അവരവരിലല്ല അകലെയാണ്. ദൈവത്തെ സമ്പൂർണമായി വെളിപ്പെടുത്തുന്ന ക്രിസ്തു ഭൂമിയിൽ വരുന്നത് വരെ കൽപ്പനകളൊക്കെ പാലിച്ച് നിയമാനുഷ്ഠാനത്തിന്റെ വഴിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ദൈവജനത്തിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് അപ്പനാണ്. യുദ്ധങ്ങളിൽ വിജയം നൽകുന്ന വീരനായ ഒരാളായിട്ട് ദൈവത്തെ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഭീതിതനായ ദൈവം തങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് കണിശമായും ശിക്ഷിക്കുമെന്ന് പറയുന്നിടത്ത് നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവർക്ക് ഒരിക്കലും മനസ്സിലായില്ല ഈ ദൈവം അവരുടെ അപ്പനാണ്. അങ്ങനെ തിരിച്ചറിവില്ലാതെ പോയത് മൂലം ആകാശങ്ങളിൽ വസിക്കുന്ന സ്വർഗസ്ഥിതനായ പരമനന്മയായ നമ്മളുമായി യാതൊരു തരത്തിലും അടുക്കാൻ കഴിയാത്ത ഒരാളായിട്ട് ദൈവത്തെ വകതിരിച്ചു നിർത്തുകയാണ് പഴയ നിയമം, അതേപോലെ തന്നെ ലോകമതങ്ങൾ. ദൈവത്തെ ഹൃദയപരമായി നൈർമല്യത്തോടെ എൻ്റെ അപ്പ, ഞാനാണെങ്കിൽ അപ്പയെന്ന് നിൽക്കണം, അങ്ങനെ ഒരു വിളി നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യേശു സഹോദരനായിട്ട് മാറുന്ന അനുഭവം ഉണ്ടാകുന്നത്. യേശു നമ്മുടെ ആദ്യജാതനാണ് എന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് സാഹോദര്യത്തിന്റെ ബലം നാം അനുഭവിക്കുക. യേശുവിൽ സകലരും ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പൊ യഹൂദനോ ഗ്രീക്കുകാരനോ അങ്ങനെ ഒരു ചിന്തയുടെ ഭേദമില്ല, നാട്ടുഭേദങ്ങളില്ല. ഭൂമിയിൽ നാം വരച്ചുണ്ടാക്കിയ അതിരുകളെയൊക്കെ മറികടക്കുന്ന ഹൃദയപരമായ ഒരു ബന്ധമായ ഒരു പാലമായി നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. സകല മനുഷ്യരെയും ഒന്നെന്ന തരത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കണം. ഒരാളെയും ഒഴിവാക്കാതെ മനുഷ്യകുലം ഒന്നാകെ നമ്മുടെ അപ്പന്റെ മക്കളാണെന്നും അങ്ങനെ നമ്മുടെ സഹോദരങ്ങളാണ് അവരെന്നും ഹൃദയത്തിൽ ഓർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തു എങ്ങനെയാണ് ലോകത്തെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. യേശുവിനെ സംബന്ധിച്ച് സമരിയക്കാരും കാനാൻകാരും അങ്ങനെ ഭേദമൊന്നുമില്ല. യേശുവിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെയും മാറ്റി നിർത്തുന്നില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. യേശുവിനെ സംബന്ധിച്ച് ശിശുക്കളുടെ മനോഭാവം വേണം നമ്മളത് പഠിപ്പിക്കുക. ശിശുക്കളുടെ മനോഭാവത്തിൽ എങ്ങനെയാണ്? അവർക്ക് വേഷഭൂഷ ഭാഷ ബന്ധങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല, അകലങ്ങളല്ല. ഒരാളുടെ വേഷമോ ഭാഷയോ അയാളുടെ വിശ്വാസമോ ആചാരമോ ജീവിതമോ ഒന്നും കുട്ടികളെ സംബന്ധിച്ച് വിഷയമല്ല. അവർക്കെല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയും. നമുക്ക് എന്തുകൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ കാണാൻ കഴിയാതെ പോകുന്നത്? നമുക്ക് സഭയ്ക്കകത്ത് പോലും കാണാൻ കഴിയുന്നില്ലല്ലോ. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് ഒന്നായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് പരിമിതിയാണ്. ആ പരിമിതി ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ നമുക്ക് നമ്മുടെ സഭയ്ക്കകത്ത് ആരെയും കാണാൻ കഴിയുന്നില്ല. അത്രത്തോളം തട്ടുതിരിവുകളാണ് സഭയ്ക്കകത്തുള്ളത്. ശുദ്ധരക്തവാദികൾ സഭയ്ക്കകത്തുണ്ട്. യേശുവിന്റെ നാമത്തിലുള്ള സഭ എന്ന പേരിൽ തന്നെ നമ്മൾ ജീവിക്കണേ. എല്ലാ മതിലുകളെയും തകർക്കുന്ന, എല്ലാത്തരം അകലങ്ങളെയും തട്ടിമാറ്റുന്ന പിതാവായ ദൈവത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് എല്ലാവരെയും ഒന്നായി കാണേണ്ട നമ്മൾ എന്തൊക്കെ വിഭാഗീയതകളാണ് വെച്ച് പുലർത്തുന്നത്. ഫ്രാൻസിസ് പാപ്പ നാം സഹോദരർ എന്ന ചാക്രിക ലേഖനം എഴുതി അത് പ്രകാശനം ചെയ്യുമ്പോൾ മതത്തിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചു തന്നിട്ടാണ് അദ്ദേഹം അത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത്. മാർപ്പാപ്പ അത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിൽ ലവ് ജിഹാദിന്റെയും നക്കോട്ടിക് ജിഹാദിന്റെയും പേരിൽ അന്യമത വിദ്വേഷമുണ്ടാക്കി സമുദായ സ്പർദ്ധ ഉണ്ടാക്കി മുൻപോട്ട് പോകാനാണ് നമ്മുടെ സഭാ സമൂഹത്തിലെ നേതൃത്വം വരെ തയ്യാറായത്. ഇത്ര പരിതാപകരമായ കാഴ്ചയാണെന്ന് ഓർക്കണം. ഇന്നും നമ്മുടെ സമൂഹത്തിലെ തട്ടുതിരിവുണ്ട്. വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്കകത്ത് പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, ദളിതനും പുരാതന ക്രിസ്ത്യാനിയും തമ്മിലൊക്കെ എത്രയേറെ അകലങ്ങൾ. പണ്ടുള്ളതുപോലെ തന്നെ അതൊക്കെ ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. യേശുക്രിസ്തുവിലാണ് നമ്മളെന്നും യേശുക്രിസ്തുവിലായ നമ്മൾ യഥാർത്ഥത്തിൽ പിതാവിനെ തിരിച്ചറിയുന്നുവെന്നും. അതാണ് തിരിച്ചറിവ്. നമുക്ക് യേശുവിലുണ്ടായ അറിവെന്താ? ദൈവം നമ്മുടെ അപ്പനാണ്, യേശു നമ്മുടെ സഹോദരനാണെന്ന് തിരിച്ചറിയുകയും യേശു
പിതാവിനെ എങ്ങനെയാണ് സംബോധന ചെയ്തത്? അപ്രകാരം തന്നെ സംബോധന ചെയ്യാൻ ഇടയാക്കും വിധം ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തു. ആബാ, അപ്പ എന്ന് ദൈവത്തെ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത്. നമ്മിൽ പ്രവർത്തിക്കുന്നത് ഏതാത്മാവാണ്? ദൈവാത്മാവ് നമ്മിൽ വസിക്കുകയും ദൈവത്തെ തിരിച്ചറിയാൻ ഇടയാക്കുകയും ദൈവിക വെളിപാട് നമുക്ക് നൽകുകയും ചെയ്തു ക്രിസ്തുവിൽ. ആ വെളിപാടിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഈ അപ്പ പുത്ര ബന്ധമാണ്. അപ്പനും മകനും, അപ്പനും മകളും അങ്ങനെ ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് പുരോഗമിക്കാൻ കഴിയാത്തതിന്റെ അടയാളമാണ് സഭാ സമൂഹത്തിനകത്ത് എത്ര വിവേചനം. സാംസ്കാരിക സമ്പന്നരെന്നും എല്ലാം അറിയാവുന്നവരെന്നും ലോകം മുഴുവൻ സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടവരെന്നും കരുതുന്ന കേരള സമൂഹത്തിനകത്ത്, ഈ സഭാ സമൂഹത്തിനകത്ത് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് പലതരം ശ്രേണി ബന്ധങ്ങൾ. അതുകൊണ്ട് ചിലർ ബ്രാഹ്മണർ ക്രിസ്ത്യാനികളായവരാണെന്നും അവരൊക്കെ ഇപ്പോഴും പൂണൂര് തപ്പിക്കൊണ്ടിരിക്കുക. വേറെ ചിലർ നികൃഷ്ടരാണെന്ന് കരുതുന്നു. തമ്മിൽ ചേരാനിടയാകാത്ത വിധം പൗരാണികതയുടെയും പ്രമാണിത്വത്തിന്റെയും കഥകൾ പറയുന്നു. രൂപത പറയുമ്പോൾ തന്നെ ആളെ അറിയാം. ഒരു വിവാഹബന്ധം ആലോചിക്കുമ്പോൾ അറിയാം വ്യത്യാസങ്ങൾ. വിവാഹബന്ധത്തിനകത്ത് നമുക്ക് കാണാം പരസ്പരം ചേരാൻ കഴിയുന്നില്ല. ദൈവം അപ്പനാണെങ്കിൽ ഒരാളെയും വകതിരിച്ച് മാറ്റി നിർത്താതെ ലോകത്തുള്ള സകലരുടെയും അപ്പനാണ് ദൈവമെന്ന ബോധ്യത്തിലേക്ക് വരണം. എല്ലാവരും സഹോദരങ്ങളാണെന്ന ബോധ്യത്തിലേക്ക് വരണം. വിശ്വാസത്തിന് വളർച്ച ഉണ്ടാകുന്നത് അപ്പം മാത്രമാണ്. അപ്പോഴാണ് എവിടെയെങ്കിലും ഒരു കുഞ്ഞിന് വിശന്നാൽ അത് നമ്മെ പൊള്ളിക്കുക. എവിടെയെങ്കിലും ഒരു സഹോദരി അപമാനിക്കപ്പെട്ടാൽ അത് നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുക. നമുക്ക് അങ്ങനെയൊന്നുള്ള വിചാരം ഉണ്ടാകുന്നില്ല. യുദ്ധങ്ങളിലും കെടുതികളിലും ഒക്കെ പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന കുഞ്ഞുങ്ങൾ, ബോംബാക്രമണങ്ങളിൽ തകർക്കപ്പെടുന്ന കുരുന്നു ബാല്യങ്ങൾ, അവിടെയൊക്കെ വിധവകളായി പോകുന്ന നമ്മുടെ സഹോദരിമാർ, മരിച്ചു വീഴുന്ന നമ്മുടെ സഹോദരങ്ങൾ. ദൈവത്തെ പിതാവായി കാണുമ്പോൾ, അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണെന്ന ബോധം ഉണ്ടാവും. കണ്ണീരൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവുമോ നമുക്ക്? പക്ഷെ എത്ര ലളിതമായി, എത്ര നിസ്സംഗമായി ഈ ലോക സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതെല്ലാം ഈ ലോകത്ത് നടക്കുമ്പോൾ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് കരുതി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കാര്യം കാണാൻ വേണ്ടി ആലയങ്ങൾ തോറും മാറി മാറി കയറിറങ്ങുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും നുറുക്കുവിദ്യകൾ, പ്രാർത്ഥനകൾ എന്ന രീതിയിൽ നടത്തുകയും ചെയ്യുന്ന നമ്മൾ വാസ്തവത്തിൽ അപ്പനെ തിരിച്ചറിയാത്ത മക്കളാണ്. മറ്റൊരാളെ അധിക്ഷേപിക്കുമ്പോഴും മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോഴും തരം താഴ്ത്തുമ്പോഴും ഒക്കെ നമ്മൾ ഈ ബന്ധം മറന്നു പോവാം. വാസ്തവത്തിൽ നമുക്ക് കഴിയേണ്ടത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള മനോഭാവം ഉണ്ടാകാം. ആ അപ്പ എന്ന് വിളിക്കാനുള്ള മനോഭാവം സഭയ്ക്കകത്ത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കണം. ഇപ്പൊ ചേരി തിരിഞ്ഞ് സഭയ്ക്കകത്ത് തന്നെ ഭിന്നതയാണ്. എന്തിന്റെ പേരിലാണ്? ആരാധനാക്രമങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിലാണ്. ചില തർക്കങ്ങളുടെ പേരിലാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഹൃദയപരമായ നൈർമല്യത്തോടെ അവരെ സ്നേഹിക്കാൻ പറ്റും, സഹോദരനായി കാണാൻ പറ്റും? അങ്ങനെ കാണാൻ പറ്റാത്തതിന്റെ അടയാളങ്ങളല്ലേ കോടതി മുറികളിലേക്ക് നമ്മുടെ ജീവിത ബന്ധങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ന്യായാന്യായങ്ങൾ പരിശോധിച്ച് മാർക്കിടാനുള്ളതാണോ ജീവിതം? അങ്ങനെ മാർക്കിട്ട് തീർക്കാൻ കഴിയുമോ? നമ്മുടെ പിതാവായ ദൈവത്തെ സ്വർഗത്തിന്റെ ഈ പറഞ്ഞ കാണാമറയത്ത് നിന്നും മാനുഷികതയുടെ സാമാന്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന, നമ്മെ ദൈവത്തോട് അടുപ്പിച്ച, പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ എടുത്തു വെച്ച ക്രിസ്തുവിലാണ് നമ്മളെങ്കിൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പറ്റും. അത് കേവലം അതിരം കൊണ്ട് വിളിക്കുന്ന കാര്യമല്ല. എൻ്റെ അപ്പനറിയാം കാര്യങ്ങൾ എന്ന മനോഭാവം എനിക്കുണ്ടാകണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആലോചിക്ക്. ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ, മറ്റുള്ളവരുടെ വിശപ്പും പട്ടിണിയും നഗ്നതയും ദാരിദ്ര്യവും ഒന്നും നമ്മളെ സ്പർശിക്കാതിരിക്കുന്നുവെങ്കിൽ, ലോകത്ത് മറ്റുള്ളവർ അപമാനിക്കപ്പെടുകയും തരം താഴ്ത്തപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നില്ലെങ്കിൽ, അതിനൊക്കെ അർത്ഥം നമ്മൾ ദൈവത്തെ ഇപ്പോഴും അപ്പനായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഈ അടിമഭാവത്തിലാണ്. യജമാനനാണ് ദൈവം എന്ന ഭാവത്തിലാണ്. യഥാർത്ഥത്തിൽ യജമാനായ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന ബോധ്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. വിശുദ്ധ പത്രോസിനോട് യേശു ദേവാലയ നികുതിയുടെ കാര്യത്തിൽ വിശുദ്ധ പത്രോസിനോട് പറയുന്നുണ്ട്, ഒരു ചൂണ്ടയിടുക, ഒരു മത്സ്യത്തെ കിട്ടും,
അതിൻ്റെ വായിലൊരു നാണയം ഉണ്ടാവും, അതെടുത്ത് നീ നികുതിയായിട്ട് കൊടുക്കുക. എന്നിട്ട് ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ നികുതി കൊടുക്കേണ്ടത്? മക്കളാണോ? മക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകുന്നില്ല. ദൈവത്തെ സംപ്രീതിപ്പെടുത്താൻ വേണ്ടി പണം കൊടുത്ത് കാര്യം നടത്താമെന്നും നേർച്ച കാഴ്ചകൾ അർപ്പിക്കാമെന്നും പല രീതിയിൽ ദൈവത്തെ ഇംപ്രസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ദൈവം വേറൊരാളായി മാറി നിൽക്കുമ്പോഴാണ്. അപ്പൻ എന്തു കൊടുത്തിട്ടാണ് അപ്പനെ നമുക്ക് വശീകരിക്കാൻ പറ്റുക? അപ്പനോട് ഹൃദയപരമായ ബന്ധം ഉണ്ടാകുമ്പോഴല്ലേ അപ്പന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാവും. അപ്പൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാകുന്നത് എങ്ങനെയാ? അത് അപ്പനോട് ഹൃദയബന്ധം ഉണ്ടാകുമ്പോഴാണ്. കുഞ്ഞു പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാകുന്ന ഹൃദയബന്ധം ഉള്ളതുകൊണ്ടാണ്. കുഞ്ഞെപ്പോഴും കരയുന്ന ബ്ലാ 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 എന്ന് തന്നെയാണ്. അത് ഒന്ന് വിശന്നിട്ടാണെന്നും ഒന്ന് മൂത്രമൊഴിക്കാനാണെന്നും ഒന്ന് ഭയപ്പെട്ടിട്ടാണെന്നും ഒക്കെ അമ്മയ്ക്ക് മനസ്സിലാകുന്നത് ഈ ഒരൊറ്റ ശബ്ദത്തിൽ നിന്നാണ്. ബാബ്ലിംഗ് സൗണ്ട് ഓഫ് എ ചൈൽഡ്. നമ്മൾ സ്തുതിച്ചൊക്കെ പ്രാർത്ഥിക്കുമല്ലോ, ഹല്ലേലൂയ ഹല്ലേലൂയ. ബാബ്ലിംഗ് സൗണ്ട് ഓഫ് എ ചൈൽഡ്. ഈ സ്തുതിയുടെ വരം എന്നൊക്കെ പറയുന്നത്, ഭാഷാവരം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ബാബ്ലിംഗ് സൗണ്ട് ഓഫ് എ ചൈൽഡാണ്. ദൈവത്തെ അപ്പനായിട്ട് കാണുമ്പോഴാണ് ബന്ധം. അത് അങ്ങനെയാണോ എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു ആലോചന ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് നാം ഇന്ന് നടത്തുന്ന ബലപ്രയോഗങ്ങളൊന്നും ദൈവസന്നിധിയിൽ ആവശ്യമുള്ള കാര്യമല്ല. നമ്മുടെ ശരിക്കുള്ള അപ്പന്റെ പേരാ ഈ ദൈവം. അതുകൊണ്ട് അപ്പ എന്ന് വിളിക്കാൻ കഴിയണം. അപ്പ എന്ന് വിളിക്കാൻ കഴിയണമെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിന്റെ ആത്മാവ് നമ്മിലുണ്ട്. ആ ആത്മാവ് നമ്മുടെ അകത്ത് നിരന്തരം ദൈവികമായ ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ, അച്ഛ എന്ന് വിളിക്കാൻ, അപ്പ എന്ന് വിളിക്കാൻ, പപ്പ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ സഹോദരങ്ങളായി തിരിച്ചറിയാൻ നമുക്ക് പറ്റൂ. ഒരുപക്ഷെ അവർ ഈ ബന്ധം അറിയുന്നില്ല, അതുകൊണ്ട് അവർക്കിത് മനസ്സിലാകുന്നില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൻ വളരെ ക്രൂരതയോടെയൊക്കെ പെരുമാറിയിരുന്ന ആളാണ്. സ്നേഹം എന്തെന്ന് മനസ്സിലായിട്ടില്ല അപ്പനെന്ന്. അങ്ങനെ ഒരു വൈഷമ്യം നിറഞ്ഞ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു കൊളീഗ് എപ്പോഴും പിതാവിനെ കുറിച്ച് വലിയ ഗമ പറയും, ഡാഡി എന്ന് പറയും. അവൻ ഡാഡി എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം അവനുണ്ട്. അവൻ ഡാഡി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് ക്രൂരനും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനും സ്നേഹിക്കാത്തവനുമായ ഒരാളെയാണ് അപ്പന്റെ സ്ഥാനത്ത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഡാഡി എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഒരു ഡാഡി, ഇവനും ഒരു ഡാഡി എന്നൊരു ദേഷ്യമാണ് ഹൃദയത്തിനകത്ത്. എത്ര ആർദ്രമായ ബന്ധമാണത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ബോധ്യം ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, അകലങ്ങളൊക്കെ പരിഹരിച്ച് എത്രയേറെ അടുത്ത് വന്നിട്ടും ഹൃദയം കൊണ്ട് അപ്പേ എന്നൊന്ന് വിളിക്കാൻ, മുഖത്ത് നോക്കി വിളിക്കാൻ കഴിയാത്ത വിധം ഒരകലം. പാപം നമ്മിൽ ജനിപ്പിക്കുന്നത് ഈ അകലമാണ്. മറ്റുള്ളവർ ദൈവത്തെ മനസ്സിലാക്കാത്തത് ഈ പറഞ്ഞ ദൈവിക ബന്ധത്തിൽ അവർ പുരോഗമിക്കാത്തത് കൊണ്ടാണ്. സാഹോദര്യം കൊണ്ട് നേടിയെടുക്കേണ്ട, എല്ലാവരെയും നേടിയെടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നാം ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ, പപ്പയെന്ന് വിളിക്കുമ്പോൾ, അച്ഛ എന്ന് വിളിക്കുമ്പോൾ അത്ര സുതാര്യമായ ബന്ധത്തിലേക്ക് ആയിത്തീരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാനല്ലാതായിത്തീരും, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരാളായിട്ട് മാറും. പർട്ടിക്കുലാരിറ്റിയിൽ നിന്ന് യൂണിവേഴ്സാലിറ്റിയിലേക്ക്, ഒരു സമഗ്രതയിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടവനാണ് ഞാനെന്നും, അങ്ങനെ വിളിക്കപ്പെട്ട ഞാൻ എല്ലാവരോടും ചേർന്ന് എൻ്റെ അപ്പനെ ഹൃദയപരമായി സ്വീകരിക്കുന്നുവെന്നും ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ക്രൈസ്തവ സാക്ഷ്യമായിട്ട് നമുക്ക് മാറാൻ പറ്റുക. ദൈവം സ്വന്തം അപ്പനാണെന്ന് തിരിച്ചറിവുള്ള ക്രിസ്തു വിളിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ പോകുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 22-ാം തിരുവചനത്തിൽ അവർ സ്വപിതാവിനെ വിട്ടുപോയി, അപ്പനെ വിട്ടുപോയി. കാരണം അവർക്കൊരു അപ്പനെ കുറിച്ച് മനസ്സിലായി. ആ അപ്പനെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് വിശ്വാസം വഴി നാം ആർജിച്ചെടുക്കേണ്ട കാര്യം. ദൈവം വ്യക്തിപരമായി നമുക്ക് വെളിപ്പെടുന്നത് ഇങ്ങനെ നമ്മുടെ അപ്പനായിട്ടാണ്, പിതാവായിട്ടാണ്. ഈ പിതാവ് എന്ന വാക്ക് പലപ്പോഴും നാം മനുഷ്യത്വരഹിതമായൊരു വാക്കായിട്ട് കാണണം. അതിലൊരു മനുഷ്യത്വരാഹിത്യമുണ്ട്. അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, ഹൃദയപരമായ ബന്ധമില്ല, ഒരു കാപട്യത്തിന്റെ ഭാവം അതിനുണ്ട്. നാട്ടിലൊരു പട്ടാളക്കാരനുണ്ട്. അദ്ദേഹത്തെ പൊതുവിൽ എല്ലാവർക്കും ഭയമാണ്, പട്ടാളക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് തോളിലിരിക്കുന്ന കുഞ്ഞിന്
ഈ പട്ടാളക്കാരനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അവരെ സംബന്ധിച്ച് അയാൾ പട്ടാളക്കാരനല്ല, സ്വന്തം അപ്പനാണ്. സൈന്യങ്ങളുടെ കർത്താവാണ് ദൈവം എന്ന് പറയുന്ന വീരസ്യമൊന്നും വിശ്വാസിയായ ഈ മകനില്ല. കാരണം അപ്പനാണ് ദൈവം. ഭീതിതനായ ഒരു ദൈവത്തെക്കുറിച്ചല്ല ഈ കുഞ്ഞ് മനസ്സിലാക്കുന്നത്, തന്റെ അപ്പനെ കുറിച്ചാണ്. ആ കുഞ്ഞിനെ സംബന്ധിച്ച് അപ്പൻ പരമപ്രധാനമായി മാറുന്നു. അപ്പന്റെ സ്നേഹം കുഞ്ഞിന് അനുഭവിക്കാൻ പറ്റുന്നു. അപ്പനും കുഞ്ഞും എന്നുള്ളത് ഒരു വൈകാരികമായ ഉന്നതമായ ബന്ധമാണ്. ആ ബന്ധത്തിലേക്കാണ് നാം വാസ്തവത്തിൽ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അപ്പനായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല കാര്യം. നിങ്ങളുടെ അപ്പൻ എങ്ങനെയാണ് പരിപൂർണനായിരിക്കുന്നത്, ആ പരിപൂർണതയിലേക്ക് വളരും. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അപ്പൻ അറിയാൻ കാര്യങ്ങൾ. മക്കൾ മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന അപ്പനുണ്ടോ? അതിനേക്കാൾ എത്രയോ നല്ലവനാണ് നമ്മുടെ അപ്പൻ, സ്വർഗസ്ഥനായ അപ്പൻ. അപ്പൻ സ്വർഗത്തിലാണെങ്കിൽ നമ്മളും സ്വർഗത്തിലാണ്. ആ അപ്പനെ നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നുണ്ട് വിശ്വാസത്തിന്റെ വഴിയിലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ അകലങ്ങൾ തീർക്കുന്ന, മതിലുകൾ തീർക്കുന്ന, വിഭജിക്കുന്ന എല്ലാത്തരം ആധിപത്യങ്ങളുടെയും സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് വിമോചനം പ്രാപിക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സാഹോദര്യത്തിലേക്ക് കൂട്ടിക്കിണക്കുന്ന കണ്ണിയായിട്ട് ആ ബന്ധം മാറണം. ദൈവം എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനാണെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, രീതി വ്യതിയാനങ്ങളുണ്ടാകും ജീവിതത്തിൽ. അവർ ഒരുപക്ഷെ ഈ അപ്പനെ തിരിച്ചറിയാത്തവരായിരിക്കാം. അതൊന്നും അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തെ ഉലയ്ക്കുന്നതല്ല. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, വിശ്വാസ ജീവിതത്തിൽ നാം മുന്നേറുമ്പോൾ നമുക്കൊരു വെളിപാട് കിട്ടേണ്ടതുണ്ട്. ആ വെളിപാട് ക്രിസ്തുവിൽ പ്രകാശിതമായ വെളിപാടാണ്. ആ വെളിപാട് ദൈവം അപ്പനാണെന്നാണ്. ദൈവത്തെ അങ്ങനെ ഹൃദയം കൊണ്ട് അപ്പ, അപ്പേ, പപ്പ, ഡാഡി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ഒരു ഗാഢമായ ബന്ധം ക്രിസ്തുവിൽ നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭൗതിക ജീവിത പരിസരങ്ങളെ മുഴുവനും സ്നേഹം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റുക. യഥാർത്ഥത്തിൽ അപ്പന്റെ മക്കളായി അങ്ങനെ ജീവിക്കുമ്പോഴാണ് എല്ലാവരെയും ഈ പുത്രസ്വീകാര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ആനയിക്കാൻ കഴിയുക. നാം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സമുദായ സ്പർദ്ധകളും മതസ്പർദ്ധകളും ജാതി matrimony.com ഒക്കെ മാറി ബന്ധങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നവരായി, ആ സ്നേഹം വെളിപ്പെടുത്താൻ വന്നവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുക. ഈശോ പറയുന്നുണ്ട്, ഞാനും അപ്പനും ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും അപ്പനുമായിട്ട് ചേർന്ന അപ്പനെ വെളിപ്പെടുത്താനാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ക്രിസ്തു അത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ആ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ആബ എന്നല്ല വിളിക്കേണ്ടത്. നമ്മുടെ ഭാഷയിൽ നമ്മുടെ ഏറ്റവും വൈകാരികമായ ബന്ധത്തിന്റെ ഏറ്റവും സമൂർത്തതയിൽ ക്രിസ്തുവിൽ ദൈവത്തെ അപ്പയെന്ന് വിളിക്കണം, അപ്പ എന്ന് വിളിക്കണം, പപ്പയെന്ന് വിളിക്കണം, ഡാഡി എന്ന് വിളിക്കണം. അങ്ങനെ ഹൃദയപരമായ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. ആ ബന്ധത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ശത്രുക്കളായി കരുതപ്പെടുന്നവരും നാം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവരുമായ അനേകർ, ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്തവർ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, കിടന്നുറങ്ങാനിടമില്ലാത്തവർ, ആരും പോരുമില്ലാത്തവർ, എല്ലാവർക്കും ഒരു നാഥനുണ്ട്, അപ്പനുണ്ട്. ആ അപ്പനിലേക്കുള്ള പാതയാണ് ക്രിസ്തു. ആ അപ്പനിലേക്ക് ക്രിസ്തുവിലുള്ള പാത തുറക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങളുടെ തകർച്ചകളിൽ നിന്ന് നമുക്ക് വിമോചനം പ്രാപിക്കാൻ പറ്റുക. അപ്പനെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ അപ്പന്റെ മക്കളെന്ന നിലയ്ക്ക് അപ്പന്റെ സ്വഭാവം കാണിക്കുന്നവരായി നമ്മൾ മാറും. ആ അപ്പന്റെ സ്വഭാവം സ്വയം ദാനത്തിൻ്റെതാണ്, ക്ഷമയുടേതാണ്, പുത്രസ്വീകാര്യത്തിൻ്റെതാണ്. എല്ലാവരെയും സ്വീകരിക്കുന്നവരായും എല്ലാവർക്കും വേണ്ടിയും സ്വയം അർപ്പിക്കുന്നവരായും നമുക്ക് ജീവിക്കാൻ കരുത്തുണ്ടാവുന്നത് അപ്പോൾ മാത്രമാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്മിലും ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല, അറിവും ഉണ്ടാവില്ല പരസ്പരം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാനും നിങ്ങളും ഒരേ അപ്പന്റെ മക്കളാണ്. ആ ഒരേ അപ്പനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ആ അപ്പനിലേക്ക് വളരാൻ, ക്രിസ്തുവിൽ പുരോഗമിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ അപ്രകാരം ഒന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.